ഹലോ ഗായ്സ്, നിങ്ങളാരും ലാസ്റ്റ് ക്ലാസിക് വെൽവെറ്റ് വൈനിൽ ഐസ്ക്രീം കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലാത്തവരെന്തായാലും ഒന്ന് കഴിച്ചു നോക്കണേ. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാനിത് സജസ്റ്റ് ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ ജ്യൂസ് നോർമൽ ജ്യൂസ് ഒന്നല്ല കേട്ടോ, നമ്മുടെ ചിക്കു ആൻഡ് മാംഗോ ഈ രണ്ടിന് പൾപ്പ് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മളതൊന്ന് വെറൈറ്റി ആക്കിയിട്ട് കുടിക്കാമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിലൊരു വെറൈറ്റി വേണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് കാഷ്നട്ട് എടുത്തു, അതുപോലെ പിസ്ത, അതുപോലെ തന്നെ നമ്മളെന്താ പറയുക പീനട്ട്, കട്ട് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു ഐസ്ക്രീം കൂടി ഇട്ടിട്ട് നല്ല തണുപ്പിച്ച ഒരു ജ്യൂസ് കൊണ്ട് കുടിച്ചു. മക്കളെ പൊള്ളി അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. അതിൽ കൂടി ഞാൻ വേറൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ട് കഴിക്കുക, പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഹെൽത്തും കൂടി നോക്കണം കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാണ് കേട്ടോ ഇത്, ഞാൻ വെറുതെ പറയുമെന്നല്ല, ഞാൻ അത്രയും എനിക്ക് തടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ആദ്യം മുതലേ തടി ഇല്ലാത്ത ഒരാളാണ്. ഞാൻ എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ തടിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, എന്നോടിപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചെപ്പോ നീ തടിച്ചല്ലോ, ചെപ്പോ നീ തടിച്ചല്ലോ, ചെപ്പോ നീ തടിച്ചല്ലോ. എവിടെ പോയാലും ഈ ഒരു ചോദ്യം തന്നെയാണ്. അതങ്ങനെ പറയാം റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം മുതലേ തടി ഇല്ലാത്ത ഒരാളായതുകൊണ്ടാണ്. കുറേ അങ്ങനെ കാണുമ്പോൾ ആ ഒരു വ്യത്യാസമുള്ളതുകൊണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാണ് ഗായ്സ്. അപ്പോൾ ബാക്കി വീഡിയോ ഇതിൻ്റെ ബാക്കിലുണ്ട്, കാണാം. ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ, തടിയുടെ കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, എന്നോടിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ. പലരും ചോദിക്കുന്നതെന്ന് വെച്ചാൽ, പലരും ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ അവർക്ക് ചോദിക്കുമ്പോഴാണ് അതിനനുസരിച്ച് ഞാൻ ഓരോ വീഡിയോസ് ഇടാറ് കേട്ടോ. കാരണം ചോദിക്കുമ്പോൾ എന്താ, ഞാൻ അപ്പം ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പറയില്ല, പക്ഷെ ഞാൻ അതിൻ്റെ ബാക്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും കാണാമല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ, ചെപ്പോ നീ എന്ത് തടിയാ തടിച്ചിട്ടുള്ളതെന്ന് ചോദിക്കും. ചെപ്പോ നീ എന്ത് തടിയാ തടിച്ചിട്ടുള്ളത്? ഞാൻ സത്യം പറഞ്ഞാൽ തീരെ തടി ഉണ്ടായിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഇപ്പം ഞാൻ മൊത്തത്തിൽ അങ്ങനെ ചേഞ്ച് ആയത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ്, എന്താ നീ നല്ല തടിച്ചല്ലോ ചെപ്പു, എന്തി കാണുന്നു, നീ തന്നെ ആണോ? ഇപ്പോൾ അത് മദറിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങൾ 1 മാസത്തോളം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, ഉപ്പാക്ക് വയ്യാണ്ട്. അപ്പോൾ അവിടുത്തെ നഴ്സുമാർക്കും ക്യാൻറ്റീനിലത്തെ ചേട്ടന്മാർക്ക് പോലും നല്ലോണം എന്നെ അറിയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചേട്ടൻ ഞാൻ കണ്ടിട്ട് ചിരിച്ച് എന്താ വിശേഷം അറിയുമോ എന്ന് വെച്ച്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ നോക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേന്ന് വെച്ച്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ താനാകെ മാറിയല്ലോ, തടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ. ചിലർ ഈ തടീനെ ഭയങ്കര കളിയാക്കിയിട്ടൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. നന്നായി തടിച്ചല്ലോടി, നിന്റെ കൈയൊക്കെ നീ കാണുന്നത്, നിനക്കിപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് അതിട്ടിട്ട് വൃത്തിയില്ല, ഇതിട്ടിട്ട് വൃത്തിയില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊക്കെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തീരെ തടിണ്ടിരുന്നില്ല. ഞാൻ എന്ത് കഴിച്ചാലും ഞാൻ തടിക്കൂല. ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കണ ഒരാളായിരുന്നു. നന്നായി ഫുഡ് കഴിക്കും ഞാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഞാൻ നല്ലോണം കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഫുഡ് കഴിച്ചാലും ഞാൻ തടിച്ചേരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ 2 ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ആദമിനെ യൽനാനെയും എന്താ പറയുക, അവർ 2 പേരും ഡെലിവറി കഴിഞ്ഞിട്ട് പോലും ഞാൻ അങ്ങനെ തടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും എന്താ പറയുക, ഇതുപോലെ തന്നെയായിരുന്നു. ഒരു മാറ്റം എനിക്ക് വല്ലാണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു കൊല്ലം ആയിട്ടില്ല, ഇപ്പോൾ ഒരു കുറച്ചായിട്ടുള്ളൂ എനിക്ക് ഈ ഒരു മാറ്റം ഉണ്ടായിട്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാണ്, അല്ലാണ്ട് എന്താ പറയുക വെറുതെ തിന്ന് ഉണ്ടാക്കിയ തടിയൊന്നുമില്ല. ഞാൻ എന്താ പറയുക, അങ്ങനെ തടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പണ്ടേ തടിക്കണം. കാരണം ഞാൻ നല്ലോണം ഫുഡ് കഴിക്കും. അതുപോലെ ഡെലിവറി കഴിഞ്ഞ സമയമായാലും ഞാൻ 2 കുട്ടികളെ പ്രസവിച്ച് ഉമ്മയും. അപ്പോൾ അങ്ങനെയൊക്കെ തടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്നേ തടിക്കണം. ഇത് ഞാൻ കഷ്ടപ്പെട്ട് മെനക്കെട്ട് തടിച്ച തടിയാണ്. അപ്പോൾ പിന്നെ ഇത് എനിക്ക് എല്ലാവരും ഇങ്ങനെ പറയണേക്കുമ്പോൾ നമുക്ക് വലിയ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം എനിക്ക് വല്ലാണ്ട് തടിച്ചല്ലോ, നീ ഭയങ്കര തടിച്ച്, ആദ്യത്തെ ചെപ്പ് എന്തായിരുന്നു, കാണുമ്പോൾ തന്നെ അങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തടിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര പ്രശ്നം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് ഞാനായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത തടിയാണ്. അപ്പോൾ ഈ തടി കുറക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എന്താ പറയുക, ഞാൻ തടിക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ നടക്കാൻ പോയിരുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് തടിച്ചിട്ടാണ് എനിക്കിഷ്ടം. പിന്നെ എന്താ പറയുക, ആദ്യം തടി ഇല്ലാണ്ടായിരുന്നു എല്ലാവർക്കും പ്രശ്നം. ചെപ്പി എന്താ ഒന്ന് തടിച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും, ഞാൻ തടിച്ചു നീ നന്നായി ഫുഡ് കഴിക്കണതല്ലേ, നീ ആ അരിഷ്ടം മേടിച്ച് കുടിക്കും, ഈ അരിഷ്ടം മേടിച്ച് കുടിക്കും, നീ അങ്ങനെ ആക്ക് ഇങ്ങനെ ആക്ക്, ഫുള്ള് അങ്ങനെയായിരുന്നു കേട്ടോ. നീ അത് കഴിക്കും ഇത് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും. പക്ഷെ എന്നാ ഇഷ്ടം അങ്ങനത്തെ ഒന്നും ഞാൻ കഴിച്ചിട്ടും ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. തടിക്കാൻ വേണ്ടി മെനക്കെട്ടത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ. പക്ഷെ ആദ്യം എന്ത് കഴിച്ചാലും ഞാൻ തടിച്ചിരുന്നില്ല, എന്ത് കുടിച്ചാലും തടിക്കൂല. കാരണം പ്രസവമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ നല്ലോണം മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ്. പക്ഷെ അന്നൊന്നും ഞാൻ തടിച്ചിട്ടില്ല. പ്രായമായി വരില്ലേ, അപ്പോൾ പിന്നെ എന്താ തടിക്കും. അപ്പോൾ ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാണ് കേട്ടോ, എനിക്കിഷ്ടമാണ് തടിക്കണത്.
ഞാൻ ഇതിലും ഇനി ഞാൻ തടിക്കും. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാണ്. ആദ്യം തടിക്കാണ്ടായിരുന്നു എല്ലാവർക്കും പ്രശ്നം, ഇപ്പം തടിച്ചപ്പോഴാണ് എല്ലാവർക്കും പ്രശ്നം. അങ്ങനെയാണ് ആൾക്കാർ, മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ എന്താക്കിയാലും എന്ത് ചെയ്താലും മനുഷ്യന്മാർക്ക് പ്രശ്നം തന്നെ ഉണ്ടാവുള്ളൂ. ആൾക്കാർ മിക്കതും നമുക്ക് പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നവരാണ്. നമ്മളെ ചുറ്റിലും എന്നല്ല, മനുഷ്യന്മാർ തന്നെ ആൾക്കാർ അങ്ങനെയാണ്. അപ്പം പിന്നെ എനിക്കത് യാതൊരു പ്രശ്നമുള്ള കാര്യം. കാരണം എന്നോടിപ്പോൾ എന്താ പറയുക, കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ തടി നല്ലതായി തടിച്ചില്ലോ എന്ന് പറഞ്ഞിട്ട്.